നമ്മുടെ റോസ്റ്റഡ് ബ്രെഡ് റെഡിയായി. ഭയങ്കര മഴയാണ് പുറത്ത്, ശബ്ദം കേൾക്കാല്ലേ? ഭയങ്കര മഴയത്ത് നല്ല ഹണി ഗാർലിക് ചിക്കൻ കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? എല്ലാം ഇന്ന് ആവണിക്ക് ആദ്യമായിട്ടാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ചിക്കൻ സെർവ് ചെയ്യാം. അപ്പൊ അടുത്തത് നമ്മളൊരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ചിക്കൻ കീമ ഇഷ്ടമാണ്, അതായത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നമ്മൾ പേസ്റ്റ് ഫോമിലാക്കും, അതാണിത്. അപ്പം ആദ്യം പാൻ ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടാം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ആ സവാള കുറച്ച് ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കീമ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിടാം. അപ്പോൾ ഇച്ചിരി കൂടെ പെട്ടെന്ന് നമ്മുടെ കീമ വേവും. അപ്പോൾ നമ്മുടെ ഈ മുട്ടയൊക്കെ ചിക്കി കഴിഞ്ഞുള്ളൊരു ഫോമില്ലേ, അതിൽ ഏകദേശം ഇതൊന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വരും ഈ കീമ. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് റൈസ് ആഡ് ചെയ്യേണ്ട സമയം. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച റൈസാണ്. ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടോ? നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരി പറഞ്ഞാൽ വേറെ എക്സ്ട്രാ ഫ്ലേവർ ഒന്നും ഇല്ല, പക്ഷെ അത് ആ റൈസിൻ്റെയും കീമയുടെ ഒക്കെ ഒരു കുക്ക് ചെയ്ത ഒരുമിച്ചുള്ള സ്മെല്ല്. ഇനി ലാസ്റ്റ് കുറച്ച് സ്മെല്ലും ഫ്ലേവറും ഒന്നും കൂടിയും കൂട്ടാൻ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ കീമ റൈസ് റെഡി. അടുത്ത ദിവസം ഇതായിരിക്കും ലഞ്ച് ബോക്സിൽ. അപ്പൊ എല്ലാ ആഴ്ചത്തെ പോലെയും നമുക്ക് ഇത്തവണയും നമ്മുടെ എക്സോ ലഞ്ച് ബോക്സ് കോൺടെസ്റ്റിന്റെ വിന്നർ ഉണ്ട്, ഒരു കിടിലൻ റെസിപ്പി അയച്ചിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഈ കോൺടെസ്റ്റിലോട്ട് റെസിപ്പീസ് അയച്ചുകൊണ്ടിരിക്കുക. ആ റെസിപ്പീസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിരിക്കും എക്സോ ലഞ്ച് ബോക്സിന്റെ കോൺടെസ്റ്റിന്റെ വീക്ക്ലി വിന്നർ. അപ്പം ഇത്തവണ ഷീജ സുഗതൻ ഫ്രം ട്രിവാൻഡ്രം ആണ് നമ്മുടെ എക്സോ ലഞ്ച് ബോക്സ് കോൺടെസ്റ്റിന്റെ വിന്നർ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ട്യൂണ ഫിഷ് ഇഷ്ടമാണോ? ട്യൂണ ഫിഷിന്റെ ഒരു ട്യൂണ ഫിഷ് നൂഡിൽസ് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അത് ഞാൻ പെട്ടെന്ന് പറയാം അഞ്ജലി ചേച്ചി, കാരണം എനിക്ക് തോന്നുന്നുണ്ട് കുഞ്ഞുവാവയും കരയാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കി വെക്കാം. അപ്പത്തേക്ക് ചേച്ചി ഒന്ന് അവിടെ പോയി ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും ഞാൻ എല്ലാം ടേബിളിലേക്ക് എത്തിക്കാം. നമ്മൾ ആദ്യം മിൽമ ബട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സവാള എടുക്കും, പിന്നെ ക്യാപ്സിക്കം എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വഴറ്റി വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടേമറിക് ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ട്യൂണ ഫിഷ് ഇടുന്നത്. ആ ട്യൂണ ഫിഷ് ആകുമ്പോൾ കുറച്ച് അധികം നേരമൊന്നും വേണ്ട, അത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. കുക്ക് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ നൂഡിൽസ് ഇടും. ഇത് ഓൾറെഡി ബോയിൽഡ് നൂഡിൽസ് ആണ്. നൂഡിൽസ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ലാസ്റ്റ് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ ഫട്ടാഫട്ട് ഇവിടുത്തെ എല്ലാ റെസിപ്പീസ് അതുപോലെയാണ്, ശ്രദ്ധിച്ചോ? എല്ലാം പെട്ടെന്ന് ആയി വരുന്ന റെസിപ്പീസ്. അതാണ് നമ്മൾ ആക്ച്വലി ഇത് 4ാമത്തെ ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ചേച്ചി വന്നതിന് ശേഷം. അപ്പൊ എന്തായാലും അവിടെ പോയി റിലാക്സ് ചെയ്തോളൂ. ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.